ഹലോ ഗൈസ്, വെൽക്കം ടു കാസറണ്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ഡിപ്ലോമാറ്റ്. ആൻഡ് ദിസ് മൂവി ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. പിന്നെ ഞാൻ പുറത്താണ്, അതുകൊണ്ടാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തത്. പിന്നെ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു, സോറി. എന്തായാലും പടത്തിൻ്റെ കാസ്റ്റിംഗ് വൈസ് നോക്കുമ്പോൾ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജോൺ അബ്രഹാം, സാദിയ ഖാത്തീബ്, ഷാരിബ് ഹാഷ്മി, രേവതി എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്തിരുന്ന ശിവം നായരാണ്. മീൻസ് ബാബ് ജോണി, നാം ഷബാന എന്ന സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വേറൊരു പടം കാരണം അതിൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ റിട്ടേൺ ബൈ റിതീഷ് ഷാ. എന്നെ മുമ്പ് ഏതെങ്കിലും പടത്തിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ ദിനോ പാപ്പാവ്. എഡിറ്റിംഗ് ആണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഫീൽ ചെയ്തത്. എഡിറ്റഡ് ബൈ കുനാൽ വാൽവേ ആൻഡ് മ്യൂസിക് ബൈ മനൻ ഭാരദ്വാജ്, ഇഷൻ ചബ്ര. ഇവരിന് മുമ്പ് ഏതെങ്കിലും പടത്തിന് കമ്പോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് അറിയേണ്ടത്. കാരണം എനിക്ക് ഇവർ ഏതൊക്കെ പടത്തിൽ മ്യൂസിക് കേട്ടിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പ്ലീസ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ പടത്തിന് എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി പറയാം. ഇതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. ആ ട്രൂ സ്റ്റോറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അത് 2017 വർഷത്തിലാണ് ഇത് ഈ സ്റ്റോറി നടക്കുന്നത്. മീൻസ് 2017 നടന്നൊരു ട്രൂ സ്റ്റോറിയാണ് ഞാൻ പറയാൻ കാരണം അത് നിങ്ങൾ ഇത് എത്ര പേര് ഇത് ഗൂഗിൾ അടിച്ച് നോക്കുന്നു അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ട്രൂ സ്റ്റോറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പടം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയുള്ളൂ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ തുടങ്ങാം. ഈ സംഭവമൊന്നുമില്ല. പണ്ട് മീൻസ് ഞാൻ പറഞ്ഞു 2017 ഒരു ഇന്ത്യൻ ഗേൾ, ഉസ്മ അഹമ്മദ് എന്നാണ് ആളുടെ പേര്. അവർക്കൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഒരു വർക്കിന് വേണ്ടിയിട്ട് മലേഷ്യയിൽ വരുന്നു. എന്നിട്ട് താഹിർ അലി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വരുന്നു. എന്നിട്ട് അത് ലവ് ആയി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഇവർ റിലേറ്റീവ്സിനൊക്കെ കാണിച്ചു തരാൻ എൻ്റെ കൂടെ പാകിസ്ഥാനിലോട്ട് പോകാമെന്നൊക്കെ പറയും. അപ്പോൾ ഈ ഉസ്മ അഹമ്മദ് എന്ന് പറയുന്ന ആൾ കൂടെ പാകിസ്ഥാനിലോട്ട് പോകുമ്പോൾ അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇതൊരു ട്രാപ്പായിരുന്നു എന്നുള്ളത്. ഹീസ് എ ടെററിസ്റ്റ്. ആൻഡ് പിന്നെ അങ്ങേര് വേറെ മാരീഡാണെന്ന്, മീൻസ് അങ്ങനെ വേറെ ഒരാളെ മാരീഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൊച്ചുണ്ട് എന്നുള്ള കാര്യമൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. എന്നിട്ട് ആ കൊച്ച് എന്താ പറയുക, ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഹൈ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഇസ്ലാമാബാദിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ 6 ഗേറ്റിലോട്ട് പോകാൻ പറയുന്നു. അപ്പോൾ അയാളാണ് JP എന്ന് പറയുന്നൊരു മീൻസ് അവിടുത്തെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്താലും ഇന്ത്യയിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായിട്ടുള്ള സുഷമ ജി എന്നിവരുടെ സഹായത്തോടെ ഈ കൊച്ച് ഉസ്മ അഹമ്മദ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലോട്ട് വന്നിരുന്നു. അപ്പോൾ എന്നിട്ട് ഈ താഹിർ എന്ന് പറയുന്ന ആൾ ജയിലിലാവുകയും ചെയ്തു അവിടുത്തെ. എന്നാണ് അറിയാവുന്ന കാര്യം. എന്നിട്ട് എൻ്റെ സ്പീച്ച് വേണമെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ വരെ അടിച്ചു നോക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി അത്രയ്ക്ക്. പക്ഷേ
ഈ സ്റ്റോറി ഞാൻ കേട്ടിട്ടാണ് ഈ സിനിമ കാണാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി എക്സ്പ്ലെയിൻ ചെയ്തു, അത്രേ ഉള്ളൂ. ആൻഡ് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അടിപൊളി പടം. ജോൺ അബ്രഹാം അറ്റാക്ക് എന്ന സിനിമയിലൂടെ കംബാക്ക് എടുത്തതായിരുന്നു ജോൺ അബ്രഹാം. പിന്നെ പട്ടാൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ സിനിമയിൽ അമ്മാതിരി ഇമ്പാക്റ്റ് ആയിരുന്നു. ആ സിനിമയിൽ അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തത്, അതും ഷാറുഖ് ഖാനൊക്കെ പോലത്തെ ഒരു ആക്ടറിനോട് നോക്കണം. അത് സ്പൈ യൂണിവേഴ്സിൽ ഇന്ത്യയിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യൂണിവേഴ്സ് എന്ന് പറയുന്നത് YRS സ്പൈ യൂണിവേഴ്സാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഈ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമ എന്ന് പറയുന്നത് വാർ 2 കോഹ്ലിയുമാണ്. കാരണം കോഹ്ലി എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറിൻ്റെ പടമാണ്, മീൻസ് ലോകേഷ് കനകരാജ് അദ്ദേഹത്തിന്. അതുകൊണ്ട് എനിക്ക് ആ സിനിമയിൽ ഹൈപ്പുണ്ട്. പിന്നെ വാർ 2 ഹൈപ്പ് ഞാൻ പറഞ്ഞല്ലോ YRS സ്പൈ യൂണിവേഴ്സ് ആയതുകൊണ്ടാണ്. പിന്നെ ഋത്തിക് റോഷൻ, ജൂനിയർ NTR, ഈ 2 പേരുടെയും ഫേസ് ഓഫ് കാണാൻ ഞാൻ അത്യാവശ്യം ഹൈപ്ഡാണ്. പിന്നെ അതിലാര് ക്യാമിയോ വരുമെന്ന് എനിക്ക് അറിയണ്ട. ഷാറുഖ് ഖാൻ വരുമോ, അങ്ങനെ വരുമോ, ഇല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ക്യാരക്ടർ കൊണ്ടുവരുമോ, അങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് ആ സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നോട് അങ്ങനത്തെ ചോദിക്കരുത്, ഞാൻ വെട്ടുപോകും. ആൻഡ് പിന്നെ ജോൺ അബ്രഹാം വേദ എന്നുള്ള സിനിമ ചെയ്തു, അത് അത്യാവശ്യം നൈസായിരുന്നു. അതും ട്രൂ എവൻസ് പോലെയായിരുന്നു. പിന്നെ അപ്പോൾ ഈ സിനിമയുടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ജോൺ അബ്രഹാമിൻ്റെ പെർഫോമൻസ് സൂപ്പർബായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് മോനെ. അങ്ങേരെ നിങ്ങൾ സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങേരും. പിന്നെ ടീസരീസും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് വൈസൊക്കെ അത്യാവശ്യം ടോപ്പ് നോച്ച്. പിന്നെ ഞാൻ പറഞ്ഞ എഡിറ്റിങ് ഹൈലൈറ്റഡ് പോസിറ്റീവാണ് സിനിമയിൽ. മീൻസ് മീൻസ് നമ്മൾ ഒരിക്കലും ലാഗ് വരുത്താത്ത വിധത്തിൽ എഡിറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റർ കുനാൽ വൽവേ, ഹാൻഡ്സ് ഓഫ് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ സിനിമാറ്റോഗ്രഫി ഞാൻ പറഞ്ഞില്ല, ദിനോ പാപ്പോ എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. വിഷ്വലി വോയിസ് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ VFX ഗ്രൂപ്പ് ഈ സിനിമയിൽ VFX വോയിസ് അത്യാവശ്യം നിലയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആരെ ചെയ്തത് എനിക്കറിയണ്ട, ബട്ട് സൂപ്പർ. പിന്നെ ഞാൻ പറഞ്ഞു ശിവൻ നായരാണ് സിനിമയുടെ ഡയറക്റ്റ് ചെയ്തത്. അയാളുടെ ഞാൻ ആകെ കണ്ടിരിക്കുന്നത് ഷാബാനെയും ബാഗ്ജോണി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ബാഗ്ജോണി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഷാബാന് എനിക്ക് ആകെ അതിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് വില്ലൻ ക്യാരക്ടറായിരുന്നു. മീൻസ് അതിൽ പൃഥ്വിരാജ് സുകുമാരൻ മീൻസ് രാജുവേട്ടനായിരുന്നു സിനിമയിൽ വില്ലനായിട്ട് വന്നിരുന്നു ആ സിനിമയിൽ. ബട്ട് എനിക്ക് ആ സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ബേബി എന്ന് പറഞ്ഞ സിനിമയുടെ സീക്വലാണ് കറക്റ്റായിട്ട് എനിക്ക് ക്ലിയർ ആയില്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് മൂവി ആയിരുന്നു അത്. മീൻസ് ആ സിനിമയിൽ ഷബാന എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ സ്റ്റാൻഡേർഡ് മൂവി ആയിരുന്നു അത്. ആൻഡ് പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെയും ഈ സിനിമ ഒരു ലാഗ് എനിക്ക് തോന്നിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടത് നെറ്റ്ഫ്ലിക്സിലാണ്. പിന്നെ കാണാത്തവരുണ്ട്, കണ്ടു നോക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് നമ്മത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ഓസ്കസ്.